ടു ജിജേവേഴ്സ്. ദിസ് ഇസ് മീ ജിജെ. ഇന്ന് ഞാൻ കണ്ട പടം സൂപ്പർമാൻ ആണ്. അതെ, ഡേവിഡ് കോറൻസ്വെറ്റ് നായകനായിട്ട് അഭിനയിച്ച ഏറ്റവും പുതിയ ചിത്രമാണ് നമ്മുടെ സൂപ്പർമാൻ. ജെയിംസ് ഗൺ അറിയാലോ, ഒരുപാട് സിനിമകളിലൂടെ നമ്മളെ എന്റർടൈൻ ചെയ്തിട്ടുള്ള ജെയിംസ് ഗണ്ണിന്റെ റൈറ്റിംഗും ഡയറക്ഷനുമാണ് നമ്മുടെ ഈ സൂപ്പർമാൻ. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഹോളിവുഡ് സിനിമകളൊന്ന് റിവ്യൂ ചെയ്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നു. കാണാറുണ്ട്, പക്ഷെ അങ്ങനെ റിവ്യൂസ് ഒന്നും ഇടാറില്ല. പക്ഷെ ഈ ഒരു പടം എനിക്ക് എന്തുകൊണ്ടോ ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ മുതൽ റിവ്യൂ ചെയ്യണം എന്ന് തോന്നി. കാരണം ഈ ഒരു ക്യാരക്ടർ കുറേ നാളായിട്ട് ഹെൻറി കാവിലാണ് പ്ലേ ചെയ്തിരുന്നത്. സോ അത് മാറി സഡൻലി പുതിയൊരു ആക്ടർ വരുമ്പോഴത്തേക്ക് എങ്ങനെ അത് ആളുകളിലേക്ക് എത്തും, ഹൗ വിൽ ഇറ്റ് ബി, ആ ഒരു ക്യാരക്ടറിനെ എങ്ങനെ പോർട്രേ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പോയി കണ്ടത്. പക്ഷെ ഡേവിഡ് ആ ഒരു റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഈ സൂപ്പർമാന്റെ തുടക്കം എന്താണെന്ന് അറിയണം. കാരണം ഈ ഒരു സിനിമ തുടക്കത്തിൽ നിന്നല്ല, ഒരു സൂപ്പർമാന്റെ ജീവിതത്തിന് ഇടയിലുള്ള ഒരു പാർട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ സൂപ്പർമാൻ എവിടെ നിന്ന് വന്നു, എന്താണ് എന്നൊക്കെ ഒന്ന് അറിയാനായിട്ട് റഫായിട്ടൊരു ഐഡിയ തരാം. സൂപ്പർമാൻ എന്ന് പറയുമ്പോൾ അറിയാവുന്നവർ വേണമെങ്കിൽ ഈ പാട്ട് സ്കിപ്പ് ചെയ്തോളൂ, അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു പാട്ട് പറയുന്നത്. സൂപ്പർമാൻ എന്ന് പറയുന്നത് ശരിക്കും മറ്റൊരു അന്യഗ്രഹ ജീവി, ഒരു അന്യഗ്രഹ പ്ലാനറ്റിൽ നിന്ന് വരുന്ന ഒരു ജീവിയാണ്, അന്യഗ്രഹത്തിൽ നിന്ന് വന്നൊരു ജീവിയാണ്. അപ്പോൾ ആ ഒരു പ്ലാനറ്റ് തകർച്ചയുടെ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോഴത്തേക്കും ഭൂമിയിലേക്ക് രക്ഷപ്പെടാനായിട്ട് അവിടെ പോയി ജീവിച്ചോടാനായിട്ട് അയക്കുകയും അതിനോടൊപ്പം ഒരു ക്ലിപ്പിംഗ് അയച്ചിട്ടുണ്ട് അച്ഛനും അമ്മയുടെ ഒരു മെസ്സേജ് ആയിട്ട്, മോനെ നീ ഇങ്ങനെയാണ്, ഭൂമിയിൽ വരണം, അവിടെയുള്ള മനുഷ്യര് നല്ല ആൾക്കാരാണെന്നുള്ള രീതിയിൽ ഒരു ക്ലിപ്പിംഗ് ഉണ്ട്. പക്ഷെ അതിന്റെ പൂർണ്ണ രൂപം അന്നത്തെ ആ ഒരു അപകടത്തിൽ നശിച്ചുപോയി, കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സൂപ്പർമാൻ പിന്നീട് ഭൂമിയുടെ പ്രൊട്ടക്ടറായിട്ട് മാറുകയും അല്ലാത്ത സമയങ്ങളിൽ ക്ലാർക്ക് കെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകതരം ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ പോലെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു ഡ്യുവൽ ക്യാരക്ടർ ഉള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ ഈ ഒരു സൂപ്പർമാൻ. സോ ആ ഒരു സൂപ്പർമാന്റെ ഇപ്പോൾ ഉണ്ടാകുന്ന ജീവിതത്തിൽ ഇടയിൽ ഉണ്ടാകുന്ന ഒരു സ്റ്റോറിയാണ് നമ്മുടെ ഈ ഒരു സൂപ്പർമാൻ മൂവിയിൽ പറയുന്നത്. സോ ഇതിൽ കുറച്ചുകൂടെ മറ്റേ നമ്മുടെ ആ ഒരു ഹെൻറി കാവിലിന്റെ സൂപ്പർമാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര സൂപ്പർ ഹ്യൂമൻ, ഭയങ്കര പവർഫുൾ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഇതിൽ കുറച്ചുകൂടെ ആ ഒരു സൂപ്പർമാന്റെ ഹ്യൂമൻ സൈഡ്, അതായത് ഭൂമിയിൽ ജീവിച്ച ഒരു മനുഷ്യനായി ആ ഒരു ഇമോഷൻസും പ്രണയവും ഒക്കെ വരുമ്പോഴുള്ള ഒരു ഹ്യൂമൻ സൈഡ് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഡേവിഡ് ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള ഒരു ആക്ടർ അല്ല. സോ അതുകൊണ്ട് ആ ഒരു മസ്കുലാരിറ്റിയുടെ കുറവ് കാരണം നമുക്ക് ചില രംഗങ്ങളിലൊക്കെ അയ്യോ ഇയാളെ കൊണ്ട് ഇത് പറ്റുമോ തോന്നും. പക്ഷെ അഭിനയം കൊണ്ട് പുള്ളി അതിനെ ഓവർകം ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫിഗർ വൈസ് ഭയങ്കര സൂപ്പർമാൻ ഈ കൈൻഡ് ഓഫ് തിങ് അല്ലെങ്കിലും അഭിനയം കൊണ്ട് അതിനെ ഓവർകം ചെയ്തിട്ടുണ്ട്. പിന്നെ അറിയാലോ, ലെക്സ് ലൂത്തർ ആണ് ഇതിനകത്ത് ഒരു വില്ലനായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു ലെക്സ് ലൂത്തർ ആയിട്ട് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നടൻ പണ്ടത്തെ സൂപ്പർമാൻ മൂവീസിൽ നിന്നും വേ ബെറ്റർ ആണ്, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ആ ഒരു ഇമോഷൻസ് കൺവേ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. നല്ല എന്താ പറയുക, ഒരു സൈക്കിക് കൈൻഡ് ഓഫ് ഒരു അഭിനയങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. അതെല്ലാം നൈസാണ്. പിന്നെ ഇതിലെനിക്ക് സൂപ്പർമാനെ കാട്ടിലും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഗ്രീൻ ലാൻഡേൺ ആണ്. ഇതിനകത്ത് ഗായ് എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ ലാൻഡേണിന്റെ ക്യാരക്ടർ വരുന്നുണ്ട്, ഒരു പ്രത്യേക ഹെയർ സ്റ്റൈലൊക്കെ വെച്ചിട്ട് നമ്മുടെ പഴയ ഹീമാനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ശൈലിയിൽ കോമിക് ആക്യുറേറ്റ് കൈൻഡ് ഓഫ് ഗ്രീൻ ലാൻഡേൺ എന്നാണ് പറയുന്നത്. ഭയങ്കര ജോക്കും ഒരുപാട് തമാശകളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണത്. നമുക്ക് ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ഗ്രീൻ ലാൻഡേണിനെ ഈ ഒരു മൂവിയിൽ പ്രസന്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന്റെ ബേസിക് സ്റ്റോറി എന്ന് പറയുന്നത് ഒരുപാട് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. സൂപ്പർമാന്റെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ജീവിതത്തിനിടയിൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി, അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് കാണിച്ചിരിക്കുകയാണ് ഈ സൂപ്പർമാൻ. ഒരുപാട് രീതിയിൽ എക്സ്പെക്ട് ചെയ്തൊന്നും ഈ ഒരു സിനിമയ്ക്ക് പോകണ്ട. കാരണം എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് ഈ മാർവലിലെ പോലെ മൾട്ടിവേഴ്സ് അങ്ങനത്തെ പരിപാടികളൊന്നുമല്ല. സാധാരണ ഒരു കഥയാണ്, സൂപ്പർമാന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കഥ, ഒരു പ്രതിസന്ധി അദ്ദേഹം എങ്ങനെയാണ് നേരിടുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള സ്റ്റോറിയിൽ. പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സിന് നമ്മുടെ ഈ ഒരു DC കോമിക്സിൽ വരുന്ന ഒരുപാട് ക്യാരക്ടേഴ്സിനെ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ മൂവിയിൽ. അപ്പൊ അത് കണ്ട് നമുക്ക് അവരുടെ പവർ എന്താണ്, ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ടെറഫിക് എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ്, മിസ്റ്റർ ടെറഫിക്. പുള്ളി ഹാക്കിങ്ങും കുറച്ച് ബോംബും വെച്ചിട്ടുള്ള പരിപാടികൾ. പിന്നെ ഇതിൻ്റെ അകത്ത് ലൂയിസ് ലൈൻ, അതായത് സൂപ്പർമാന്റെ ഗേൾഫ്രണ്ട് ആണ് ലൂയിസ് ലൈൻ. ഇതിൻ്റെ അകത്ത് ലൂയിസ് ലൈൻ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കാരണം അവർ മറ്റ് സിനിമകളിലൊക്കെ നിരാലംബയായി ഒരു പവറും ഇല്ലാത്ത ഒരാളെ പോലെ നിൽക്കുമെങ്കിൽ ഇവിടോട്ട് വരുമ്പോഴത്തേക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വുമണായിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ആ ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ, സാധാരണ DC പടങ്ങൾ പോലെയല്ലേ, ഇതിന് നല്ല തമാശ, ഒരുപാട് തമാശയും ഒരുപാട് അങ്ങനത്തെ മൊമെന്റ്സും ഉണ്ട്. സോ നമുക്ക് ഇങ്ങനെ എന്റർടൈൻഡ് ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് 2-3 സ്ഥലങ്ങളിലൊക്കെ കുറച്ചൊരു എഡിച്ചിൽ ഫീൽ ചെയ്യുമെങ്കിൽ സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോഴത്തേക്കും പടം അങ്ങോട്ട് കയറി കൊളുത്തി പിന്നെ ഫുള്ള് പരിപാടിയാണ്. 2 പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്. സോ നിങ്ങൾ കഴിഞ്ഞിടെ ഇറങ്ങി പോകരുത്. ആദ്യം ഒരു സെറ്റ് ഓഫ് ക്രെഡിറ്റ്സ് കഴിഞ്ഞിട്ട് ഒരു സീനുണ്ട്, പിന്നെ ഫുള്ള് എഴുതി കഴിഞ്ഞിട്ട് ഒരു സീനുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ ഇരുന്ന് മിസ്സാകാതിരിക്കാൻ ജസ്റ്റ് പറഞ്ഞതേ. 2 പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്. പിന്നെ ഇതിലെടുത്ത് പറയാനുള്ള സൂപ്പർമാനെ പറക്കുമ്പോഴുള്ള ഗ്രാഫിക്സ് ആണ്. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പറക്കുമ്പോഴത്തേക്കും ശരിക്കും നമ്മൾ ഇവന്റെ സ്കൂട്ടറിലൊക്കെ നല്ല അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കാറ്റ് മോന്തടിക്കില്ല, ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. ഇതിൻ്റെ അകത്ത് ആ ഒരു 3D പരിപാടികളൊക്കെ ആണല്ലോ. അപ്പോൾ ആ ഒരു ഫീലിംഗ് കറക്റ്റായിട്ട് നമുക്ക് കൺവേ ചെയ്യാം. സൂപ്പർമാൻ ഇങ്ങനെ പറക്കുമ്പോൾ നമ്മളും ശരിക്കും ആ ഒരു ഇതിൽ ഇൻവോൾവ് ആയിട്ട് നമുക്കും പറക്കണ പോലെ തോന്നും. പിന്നെ ആ ഫൈറ്റ് രംഗങ്ങളും അത്തരത്തിൽ ആക്ഷനും എന്താ പറയുക ഗ്രാഫിക്സും ഒക്കെ കൊണ്ട്
നമ്മുടെ ഒരു ഭയങ്കര ഒരു എക്സ്ട്രാവഗൻസ ഒരു ഫീൽ തരുന്നൊരു പടമാണ് നമ്മുടെ ഈ ഒരു ഏറ്റവും പുതിയ സൂപ്പർമാൻ. സോ ഇതൊരു യൂണിവേഴ്സിന്റെ തുടക്കമായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക ഒരു പുതിയ രീതിയിൽ ഒരു റീബൂട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കാം. അത് ചിലപ്പോൾ ഒരു പക്ഷേ ഇനി ഒരുപാട് സിനിമകൾ ഇതിൽ വരാം. എന്തായാലും ഈ ഒരു ക്യാരക്ടർ ഡേവിഡ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം ഇതിന്റെ മ്യൂസിക്കാണ്. ശരിക്കും ഈ ഒരു സിനിമയെ ഒരു നട്ടൽ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിനേക്കാൾ ഉപരി ഈ സിനിമയെ പല സ്ഥലങ്ങളിലും അപ്ലിഫ്റ്റ് ചെയ്ത് പിടിക്കുന്നത് ഇതിന്റെ മ്യൂസിക്കാണ്. സോ മ്യൂസിക്കും സൂപ്പർബായിരുന്നു. എന്തായാലും എനിക്ക് സൂപ്പർമാൻ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതിനിപ്പോൾ ഒരു 5 റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഒരു 4 ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമമാവും. പക്ഷെ ഒരു സാധാരണ ഒരു സൂപ്പർമാൻ പടം കാണാമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സൂപ്പർമാൻ മൂവിയാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രം മീ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJ Verse എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും ഇറ്റ്സ് മീ GJ സൈനിങ് ഓഫ്. ബൈ.